പെരിഞ്ജീരകത്തിൽ ചില ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് പൊടിച്ച് അത് ചേർത്തുണ്ടാക്കുന്ന കറികൾക്ക് ഗുണവും രുചിയും കൂടും. ഡൈജഷന് വളരെ ഉപകാരപ്പെടുന്ന പെരിഞ്ജീരകം അഥവാ ഫെനൽ സീഡ് എങ്ങനെ പൊടിച്ച് സൂക്ഷിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ ചെറിയ കുപ്പിയിലുള്ളത് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം എന്നിവ ഒന്നിച്ച് പൊടിച്ചതാണ്. ഈ വലിയ കുപ്പിയിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. എന്തിനാണ് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് പൊടിച്ചു വെക്കുന്നത്? കറികൾക്ക് രുചിയും ഗുണവും ലഭിക്കാൻ മിതമായ അളവിൽ മസാലകളുടെ പങ്ക് വലുതാണ്. എന്നാൽ ചില കറികളിൽ, ഉദാഹരണമായിട്ട് സ്റ്റൂ പോലുള്ള കറികളിൽ പെരിഞ്ജീരകം തന്നെയോ അല്ലെങ്കിൽ മറ്റ് മസാലകളോടൊപ്പം പെരിഞ്ജീരകം കൂടുതലായോ ചേർക്കാറുണ്ട്. അതുകൊണ്ട് പെരിഞ്ജീരകം സെപ്പറേറ്റായി പൊടിച്ചു വെക്കുന്നതാണ് നല്ലത്. മറ്റ് മസാലക്കൂട്ടായ കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, ഏലക്ക എന്നിവയെല്ലാം ഒന്നിച്ച് പൊടിച്ച് വെക്കുന്നതാണ് നല്ലത്. പല കറികളിലും, ഉദാഹരണമായിട്ട് ഇറച്ചിക്കറികൾ, കുറുമ പോലുള്ള കറികളിൽ പെരിഞ്ജീരകം കൂടുതലും മറ്റ് മസാലകൾ കുറച്ചും ചേർത്താൽ മതി. അങ്ങനെ കറികൾക്ക് രുചിയും ഗുണവും ലഭിക്കാൻ മസാലകൾ സെപ്പറേറ്റായി പൊടിച്ചു വെച്ച് കറികളിൽ കൂടുതൽ പെരിഞ്ജീരകവും മറ്റു മസാലകൾ കുറഞ്ഞ അളവിലും ചേർക്കാം. ഇനിയും പെരിഞ്ജീരകം ഗുണകരമായി രുചി കൂട്ടാനായി എങ്ങനെ പൊടിക്കാമെന്ന് നോക്കാം. 200 ഗ്രാം പെരിഞ്ജീരകം വൃത്തിയാക്കി എടുക്കുക. നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. എന്നിട്ട് കട്ടിയുള്ള ഒരു പാനിലേക്ക് മാറ്റുക. ഫ്ലെയിം ലോ ടു മീഡിയത്തിലായിരിക്കണം. ചെറുതായിട്ട് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ആക്കിയ കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇടുക. അനേക ആരോഗ്യ ഗുണങ്ങളുള്ള കറിവേപ്പില ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ കറികളിൽ കൂടി നമുക്കതിൻ്റെ ഗുണം ലഭിക്കും. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് കൂടെ ചേർക്കുക. കറിവേപ്പില കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. നമ്മൾ കൈകൊണ്ട് നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ ആ ടെക്സ്ചർ. അങ്ങനെ ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് കസ്കസ് അല്ലെങ്കിൽ പോപ്പി സീഡ് ചേർക്കുക. വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള പോപ്പി സീഡ് കറികൾക്ക് കൊഴുപ്പ് കൂട്ടാൻ നല്ലതാണ്. ഇവിടെ ഞാനൊരു 1/2 സ്പൂണ് പോപ്പി സീഡ് ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ, 200 ഗ്രാം പെരിഞ്ജീരകത്തിനകത്ത്. പോപ്പി സീഡ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് 1 സ്പൂണ് അരി ചേർത്ത് വറുത്താലും മതി. അരി ഇടുകയാണെങ്കിൽ കുരുമുളക് ഇടുന്ന സമയത്ത് നമ്മളിടണം. ഇനി കുറച്ച് നേരം ഇത് ഒന്ന് വറുത്തിട്ട് ഫ്ലെയിം ഓഫാക്കുക. അതുപോലെ നന്നായി തണുക്കണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുക. പൊടിച്ചു കഴിഞ്ഞാലും ഇതിനകത്ത് ചൂട് കാണും. നന്നായി തണുത്തതിന് ശേഷം ടൈറ്റായ അടപ്പുള്ള ജാറുകളിലിട്ട് വെച്ച് ഉപയോഗിക്കാം. പെരിഞ്ജീരകവും കറിവേപ്പിലയും കുരുമുളകും കസ്കസും അല്ലെങ്കിൽ അരിയൊക്കെ ചേർത്ത് പൊടിച്ചുണ്ടാക്കുന്ന ഈ മസാലയ്ക്ക് നല്ല മണവും ഗുണവുമാണ്. കറികളുടെ രുചി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഈ മസാല നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.